നമസ്കാരം. ടീച്ചിങ് ആസ്പിരൻസിന്റെ ആദ്യത്തെ പഠനത്തെക്കുറിച്ചുള്ള ആദ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പഠനം എന്ത്, എങ്ങനെ, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക് അല്ല പഠനം എന്ന് പറയുന്നത്. വാസ്റ്റായ ഒരു ഏരിയയാണ്. അതുപോലെ LP UP പരീക്ഷകൾക്ക് ധാരാളം മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയാണ് പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, പഠനം ഒരു കുട്ടി സ്കൂളിലേക്ക് ആദ്യമായി വരുന്ന ഒരു കുട്ടി എന്തെങ്കിലും പഠിച്ചിട്ടാണോ സ്കൂളിലേക്ക് എത്തുന്നത്? പഠനം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ പല ആശയങ്ങൾ വന്നിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, കുട്ടി ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് എന്നും പിന്നീട് അതല്ല, കുട്ടി അറിവ് കുട്ടിയിലുണ്ട് എന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുട്ടി ഒന്നും ആർജിക്കാതെ അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെയാണോ സ്കൂളിലേക്ക് എത്തുക? സ്കൂളിൽ നിന്ന് നേടുന്നത് മാത്രമാണോ പഠനം? അല്ല അല്ലേ? കുട്ടിയിൽ ചില അറിവുകളുണ്ട്. കുട്ടിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അറിവ് കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് വാക്കുകൾ പറയാൻ അറിയാം, വാക്യങ്ങൾ ചേർത്ത് പറയാൻ അറിയാം. ഇങ്ങനെയുള്ള കുട്ടികളാണ് സ്കൂളിലേക്ക് എത്തുക അല്ലെ? അവന്റെ ആവശ്യങ്ങൾ പറയാൻ അറിയാം, പേര്, അച്ഛന്റെ പേര്, ഇതെല്ലാം പറയാൻ അറിയാം. സ്വന്തമായി സ്വന്തം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറിയാം. ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ പഠിച്ച ശേഷമാണ് കുട്ടികൾ എത്തുക. ഈ ഈ അറിവുകളെല്ലാം കുട്ടികൾ നേടിയെടുത്തത് എങ്ങനെയാണ്? ഈ കഴിവുകൾ, ഈ ശേഷികളൊക്കെ, ഈ കഴിവ് ശേഷികളും ഒക്കെ കുട്ടികൾ എങ്ങനെയാവും നേടിയെടുത്തിരിക്കുക? എങ്ങനെയായിരിക്കും? പല രീതിയിലായിരിക്കും അല്ലെ? കുട്ടി നിരീക്ഷണത്തിലൂടെ പഠിച്ചിട്ടുണ്ടാവാം. നിരീക്ഷണം, ചില വാക്കുകളും വാക്യങ്ങളും ഒക്കെ കുട്ടികളെ ചിലപ്പോൾ പറയാം, മുതിർന്നവർ പറയുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒക്കെയാണ്. അനുകരണത്തിലൂടെ പഠിച്ചിട്ടുണ്ടാവാം. അനുകരണം, വെള്ളം കുടിക്കാനും ഒക്കെ മറ്റുള്ള മുതിർന്ന ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടാവാം പഠിച്ചിരിക്കുക. പല തവണ ശ്രമിച്ചും പരാജയപ്പെട്ടുമായിരിക്കും, ശ്രമ പരാജയത്തിലൂടെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ കുട്ടി അന്വേഷിച്ചിട്ടുണ്ടാവാം അല്ലെ? അന്വേഷണം നടത്തി പഠിച്ചിട്ടുണ്ടാവാം. അന്വേഷണം അല്ലെങ്കിൽ കണ്ടെത്തല് വഴി പഠനം നടത്തിയിട്ടുണ്ടാവാം. പങ്കാളിത്തത്തില്, അതായത് കൂട്ടായി കളിച്ച് ആ പങ്കാളിത്തത്തിലോ മറ്റുള്ളവരുടെ സഹായത്തോടെയോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവാം. പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുട്ടി ഈ ശേഷികളൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവാം. പ്രശ്നങ്ങൾ പരിഹരിച്ച്, അവനൊരു പ്രശ്നം വന്നു, അവന് ദാഹിക്കുന്നു, ആ ദാഹം തീർക്കാൻ അവന് വെള്ളം വേണം. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞേ പറ്റൂ? വെള്ളം എന്ന് പറഞ്ഞേ പറ്റൂ. അപ്പൊ കുട്ടി ആദ്യമായി വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ? അല്ലെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന ശബ്ദത്തിൽ അത് വെള്ളത്തിനാണ് അവനത് പറയുന്നത് എന്ന് മുതിർന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവൻ പെരുമാറിയിട്ടുണ്ടാവാം. അപ്പോ അവൻ നേരിട്ട ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പ്രശ്ന പരിഹരണത്തിലൂടെ കുട്ടി അറിവ് നേടിയിട്ടുണ്ടാവാം. ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെയാണ് അറിവ് നേടുന്നത് അല്ലെങ്കിൽ പഠനം സാധ്യമാകുന്നത്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു വയ്ക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് ഇതിനെ ചുരുക്കി ഇങ്ങനെ പറയാം, നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ശ്രമപരാജയത്തിലൂടെയും അന്വേഷണത്തിലൂടെയും പങ്കാളിത്ത പ്രവർത്തനങ്ങളിലൂടെയും പ്രശ്ന പരിഹരണത്തിലൂടെയും ഒക്കെയാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്, പഠനം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് സ്വന്തമായി പഠനത്തെക്കുറിച്ച് നിർവചനങ്ങൾ രൂപീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പഠനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പഠനത്തെക്കുറിച്ച് ഉള്ള കുറച്ചധികം നിർവചനങ്ങൾ എന്തൊക്കെയായിരിക്കാം പഠനം? ഈ നിർവചനങ്ങൾ പറയുമ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട നിർവചനം ഏത്, അല്ലെങ്കിൽ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ സാധ്യമാകും. അതുകൊണ്ടാണ് കുറച്ചധികം നിർവചനങ്ങൾ പറയാൻ പോകുന്നത്. നിർവചനങ്ങൾ, പഠനം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് നിർവചനങ്ങൾ. ഒരു വ്യക്തിയിൽ, എല്ലാം ഞാൻ എഴുതുന്നില്ല, പരമാവധി പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനമാണ് പഠനം. വർത്തന വ്യതിയാനം എന്തു ഈ വർത്തനം? ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ബിഹേവിയർ കേട്ടോ, ബിഹേവിയറൽ ചേഞ്ച്, ബിഹേവിയറൽ ചേഞ്ച്, അതാണ് വർത്തന വ്യതിയാനം. അപ്പൊ നിർവചനങ്ങൾ, ഒന്നാമത്തെ നിർവചനം നോക്കാം. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന, അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന, ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന
വർത്തന വ്യതിയാനമാണ് പഠനം. അവന്റെ ബിഹേവിയറില് അവൻ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെ? അവൻ ബോധപൂർവം ചില മാറ്റങ്ങൾ അവന്റെ പെരുമാറ്റത്തിൽ വരുത്തുന്നുണ്ട്. കുട്ടികൾ നടക്കുന്നത് തന്നെ, അല്ലെ? വേച്ച് നടന്നു, ആദ്യം പിടിച്ചു നടന്നു, പിന്നെ വീഴാൻ പോയി, അതാ പറഞ്ഞത്, വേച്ചൊക്കെ നടക്കാൻ തുടങ്ങി, പിന്നെ അവൻ സ്റ്റഡിയായി നടക്കാൻ തുടങ്ങി, അല്ലെ? പല രീതിയിൽ അവന്റെ പെരുമാറ്റങ്ങൾ മാറി. അതുപോലെ തന്നെ ഒരു വീട്ടിൽ പോയാലുള്ള പെരുമാറ്റം 2 വയസ്സുകാരനും 3 വയസ്സുകാരനും പെരുമാറുന്നത് പോലെ അല്ല 5, 6, 7 വയസ്സുള്ള കുട്ടികളൊക്കെ പെരുമാറുക, അല്ലെ? 10 വയസ്സുകാരൻ അതുപോലേ അല്ല പെരുമാറുക. അപ്പം പതിയെ അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നു. 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല. അവൻ ഓടിച്ചാടി നടന്ന് കണ്ട സാധനങ്ങൾ വലിച്ചെടുത്തും വാശി പിടിച്ചും നടക്കുന്നു. 5 വയസ്സൊക്കെ ആവുമ്പോൾ കുറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും അവൻ ഇതേ സ്വഭാവം കാണിച്ചാൽ നല്ല തല്ല് കിട്ടും, അല്ലെ? അപ്പോൾ അങ്ങനെയല്ല, ഓരോ പ്രായം കൂടുമ്പോഴും എന്ത് പറ്റുന്നുണ്ട്? ബിഹേവിയറൽ ചേഞ്ചസ്, വർത്തന വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനത്തെയാണ് പഠനം എന്ന് പറയുന്നത്. അവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പഠനങ്ങൾ സാധ്യമാക്കുന്നത്. ഞാൻ അങ്ങനെ പെരുമാറിക്കൂടാ, ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്ന് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബോധപൂർവം നടത്തുന്ന വർത്തന വ്യതിയാനമാണ് പഠനം. അടുത്തത് അനുബന്ധനമാണ് പഠനം. അനുബന്ധനമാണ് പഠനം. കണ്ടീഷനിങ് ആണ് പഠനം. അനുബന്ധനമാണ് പഠനം. നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി കണ്ടീഷൻ ചെയ്ത് ഉള്ളത്, അങ്ങനെ അതിനെ നമുക്ക് അനുബന്ധനം എന്ന് പറയാം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മൃഗങ്ങളിലൊക്കെ നമ്മൾ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തിയില്ലേ? പലതരം പ്രോസസ്സിലൂടെ, ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോയി നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് പല പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പഠിച്ചു, അല്ലെ? അങ്ങനെയാണല്ലോ അനുബന്ധനത്തെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചത്. അനുബന്ധനം, കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പോ അനുബന്ധനം എന്താണ്? ചില ട്രെയിനിങ്ങുകളിലൂടെ വരുത്തുന്ന മാറ്റങ്ങൾ, സ്വയം വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നടത്തുന്ന ട്രെയിനിങ് മുഖാന്തരം നടത്തിയ മാറ്റങ്ങൾ പിന്നീട് അത് സ്വമേധയാ നമ്മളിലേക്ക് അതങ്ങ് നമ്മളുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായൊക്കെ ഇങ്ങ് വരികയാണ്. അപ്പൊ അതാണ് അനുബന്ധനം എന്ന് പറയുക. അപ്പൊ അനുബന്ധനം ആണ് പഠനം. അടുത്ത പോയിന്റ്, പുരോഗമനോന്മുഖമായ വികസനമാണ് പഠനം. പഠനം പുരോഗമനോന്മുഖമായ വികസനമാണ്. മുഖമായ വികസനം. പുരോഗമനോന്മുഖമായ വികസനമാണ് പഠനം. പുരോഗമനത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന, പുരോഗമനത്തിലേക്ക് അവനെ ലീഡ് ചെയ്യുന്ന വികസനമാണ്, അവന്റെ വികസനമാണ് പഠനം എന്ന് പറയുന്നത്. അനുരൂപീകരണ പ്രക്രിയയാണ് പഠനം. അനുരൂപീകരണമാണ് പഠനം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടലുകളും ഒക്കെയാണ്, അല്ലെ? അനുരൂപീകരണ പ്രക്രിയയാണ് പഠനം എന്ന് പറയാം. അറിവിന്റെ സൃഷ്ടിയാണ് പഠനം. അറിവിന്റെ സൃഷ്ടിയാണ് പഠനം. എപ്പോഴും അറിവ് സൃഷ്ടിക്കപ്പെടുകയാണല്ലേ? അനുഭവങ്ങളിലൂടെയും ഒക്കെ അറിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അറിവിന്റെ സൃഷ്ടിയാണ് പഠനം. സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം. എന്തെങ്കിലും ഒരു കേന്ദ്രത്തിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ടല്ല, സമഗ്രമായ വീക്ഷണത്തിലൂടെ, സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാവുന്ന ഉൾക്കാഴ്ച, സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ച, സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് എന്ത്? പഠനം. ഒരു സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പഠനം. പഠനം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സാംസ്കാരിക പ്രക്രിയ. സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പഠനം. സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് പഠനം. അടുത്തത്, സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഉൽപ്പന്നം. സ്വാഭാവിക
പ്രക്രിയ പ്രക്രിയയുടെ ഉൽപ്പന്നം സ്വാഭാവിക പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് പഠനം എന്ന് പറയാം. സാമൂഹികവും സാംസ്കാരികവുമായുള്ള ഇടപെടലിലൂടെ പഠനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം അല്ലെ, ക്ലാസ് മുറികളും സ്വാഭാവിക അന്തരീക്ഷമുള്ളതായിരിക്കണം എന്ന് നമ്മൾ പറയാറില്ലേ. ഇനി എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ് പഠനം എന്ന് പറഞ്ഞത് ബ്രൂണർ ആണ് കേട്ടോ. എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ് പഠനം എന്ന് ആര് പറഞ്ഞു? ബ്രൂണർ പറഞ്ഞു. അപ്പോ നമ്മള് പഠനത്തെ കുറിച്ച് പറഞ്ഞു. കുട്ടികളിൽ അറിവും പഠനവും ഒക്കെ ഉണ്ടല്ലേ. കുട്ടികൾ പഠനമൊക്കെ ചെറിയ കാലം തൊട്ട് ജനിച്ചു വീണ കുട്ടി അവന് അറിയുന്ന അറിവുകൾ അന്ന് തൊട്ടേ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ചുറ്റുപാടിനെ പഠിക്കുന്നു, അവന്റെ ആവശ്യങ്ങളെ പഠിക്കുന്നു, അവൻ ആ ആവശ്യങ്ങളെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പഠിച്ചു തുടങ്ങുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ. അപ്പൊ പഠനത്തിന്റെ നിർവചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വർത്തന വ്യതിയാനമാണ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റം. പഠിച്ചിട്ടും നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റമില്ലെങ്കിൽ അതിനെ പഠനം എന്ന് പറയാൻ കഴിയില്ല. പ്രായം കൂടുന്നുണ്ട്, നമ്മൾ പലതും കണ്ടും കേട്ടും ഒക്കെ അനുഭവത്തിലൂടെയും ഒക്കെ നമ്മൾ നേടിയെടുത്തു. പക്ഷെ അതിനെ നമ്മുടെ പെരുമാറ്റത്തിൽ എന്നിട്ട് ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിൽ അതിനെ ശരിയായ പഠനം എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ. വർത്തന വ്യതിയാനം, ബിഹേവിയറിൽ ഉണ്ടായ മാറ്റത്തെയാണ് പഠനം എന്ന് പറയുന്നത്. അനുബന്ധനമാണ് പഠനം. പുരോഗമനോന്മുഖമായ വികസനമാണ് പഠനം. അനുരൂപീകരണ പ്രക്രിയയാണ് പഠനം. അറിവിന്റെ സൃഷ്ടിയാണ് പഠനം. സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം. സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പഠനം. സ്വാഭാവിക പ്രക്രിയയുടെ ഉൽപ്പന്നം ആണ് പഠനം. എങ്ങനെ പഠിക്കാമെന്ന് പഠിക്കുന്നതാണ് പഠനമെന്ന് ബ്രൂണർ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെ പഠിക്കാമെന്ന് പഠിക്കുന്നതാണ് പഠനം. പഠനത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പഠനത്തെ സംബന്ധിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ നിർവചനങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിലൂടെ നൈപുണികൾ വികസിക്കുന്നതിനോടൊപ്പം മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് പരുവപ്പെടാനുള്ള കഴിവും ഒരു മനുഷ്യന് ലഭ്യമാകുന്നുണ്ട്. പഠനത്തിലൂടെ പലതരം നൈപുണികൾ നമ്മൾ നേടുന്നു. അതിനോടൊപ്പം മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് പരുവപ്പെടാൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ മനുഷ്യൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പോ പണ്ടത്തെ കാലത്തെ ആവശ്യങ്ങളല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ ആധുനികത ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മനുഷ്യന് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പില്ല അല്ലെ. അപ്പൊ ഓരോ മാറ്റവും മനസ്സിലാക്കി അതിനനുസരിച്ച് ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോ ഇങ്ങനെ പഠനത്തിലൂടെ വിവിധ തരം പുതിയ പുതിയ നൈപുണികൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ നൈപുണികളിലൂടെയൊക്കെ മാറുന്ന ലോക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ നമുക്ക് പഠനത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവങ്ങളും നൈപുണികളും പഠനം. ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവങ്ങളും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയെ നമുക്ക് പഠനം എന്ന് പറയാം. ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ, ജീവിതത്തിൽ ആവശ്യമായ പെരുമാറ്റങ്ങൾക്ക് ആവശ്യമായ അല്ലെ, ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവവും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവവും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് നമുക്ക് പറയാം. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളാണ് അടുത്തത്. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ.
ആദ്യത്തെ സമീപനം വ്യവഹാരവാദം. വ്യവഹാരവാദം ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും അതുപോലെ തന്നെ മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണമാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. എല്ലാവർക്കും അതറിയാവുന്നതാണ്. ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം. ഒരു പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതിനനുയോജ്യമായ ഒരു പ്രത്യേക എന്തുണ്ടാവും? പ്രതികരണം ഉണ്ടാകും. അതേ രീതിയിലുള്ള അതിനനുയോജ്യമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. മനുഷ്യനടക്കമുള്ള ജീവികളിൽ പഠനം നടക്കുന്നത് എങ്ങനെ എന്ന് ഈ വ്യവഹാരവാദികൾ അന്വേഷിക്കുകയും 1960 കാലഘട്ടം വരെ ഈ മനഃശാസ്ത്ര സമീപന എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുത്തിരുന്ന ഒരു വാദമായിരുന്നു വ്യവഹാരവാദം എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് വ്യവഹാരവാദികൾ? പാവ്ലോവ്, വാട്സൺ, JB വാട്സൺ, തോണ്ടൈക്ക്, സ്കിന്നർ, ഹൾ തുടങ്ങിയവരൊക്കെ വ്യവഹാരവാദികളാണ്. പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ തുടങ്ങിയവരൊക്കെ വിവിധ ജീവികളിലെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയവരാണ്. അങ്ങനെയാണ് അവര് പല പഠനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ രൂപീകരിച്ചത്. പ്രധാനമായി നമുക്ക് വേണ്ടത് തുടക്കം പഠനത്തെ കുറിച്ചുള്ള സമീപനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ എടുക്കുന്നത് പാവ്ലോവിനെയാണ്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിനെ കുറിച്ച് നോക്കാം. പാവ്ലോവ് ഒരു റഷ്യൻ പുരോഹിത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. തിയോളജിക്കൽ സെമിനാരി, പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി, മെഡിക്കോ ചിറ്റൂർജിക്കൽ അക്കാദമി എന്നിവിടങ്ങളിലൊക്കെ പഠനം നടത്തിയ ആളാണ് പാവ്ലോവ്. അപ്പം നമുക്ക് വേണ്ടത് റഷ്യൻ പുരോഹിതൻ. അപ്പൊ അത് പുരോഹിതൻ വേണ്ട, റഷ്യ ഓർത്ത് വെച്ചിരിക്കുക. ഓരോ മനഃശാസ്ത്രജ്ഞരുടെ ഈ എന്താണ് നമ്മുടെ സൈക്കോളജിക്ക് വേണ്ടുന്ന പരീക്ഷണങ്ങൾ നടത്തിയ ഓരോ വ്യക്തികളുടെയും രാജ്യം നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. ചോദിക്കുന്നതാണ് ഏത് രാജ്യക്കാരനാണ് എന്നുള്ളത്. അപ്പൊ പാവ്ലോവ് റഷ്യക്കാരനാണ്. അദ്ദേഹത്തിന് 1904 നോബൽ സമ്മാനം ലഭിച്ചു. അപ്പൊ 1904 നൊബേൽ സമ്മാനം ലഭിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് പാവ്ലോവ് എന്നാണ്. അപ്പോൾ 1904 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ദഹന വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിനാണ്. ദഹന വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് 1904 പാവ്ലോവിന് എന്ത് കിട്ടി? നൊബേൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സസ്, psychopathology, and psychopathology and psychiatry. അദ്ദേഹത്തിന്റെ പരീക്ഷണം പാവ്ലോവ് നായയിൽ പരീക്ഷണം നടത്തി എന്ന് നമുക്കറിയാം. അതുപോലെ സ്ഫടികക്കൂട്ടിൽ അടച്ച വിശന്ന നായയ്ക്ക് ഇറച്ചി നൽകുന്ന ആ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്, ആ പരീക്ഷണം എങ്ങനെയാണ് നടത്തിയത് എന്നത് മാത്രമാണ് പലരുടെയും മനസ്സിലിരിക്കുക. അതിന്റെ ഫൈൻഡിങ്സ് ആണ് നമുക്ക് വേണ്ടത്. എന്തിനീ പഠനം നടത്തി, ഇങ്ങനെ നടത്തിയത് വഴി എന്തൊക്കെ കണ്ടെത്തലുകളാണ് അദ്ദേഹം നടത്തിയത് എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ പഠനത്തിലുള്ള പ്രാധാന്യമാണ് നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അനുബന്ധന സിദ്ധാന്തമാണ് പാവ്ലോവിൻ്റെത് അല്ലെ? അനുബന്ധന സിദ്ധാന്തം.
ഈ പരീക്ഷണം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെയും അറിയാം അല്ലെ. വിശന്ന് വലഞ്ഞ ഒരു നായയെ ഒരു സ്ഫടിക കൂടാരത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. ആ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലെ, സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിലൊരു മാറ്റം വരുത്തി. ആദ്യം ആ നായയ്ക്ക് ഇറച്ചി, വിശക്കുമ്പോൾ ഇറച്ചി കൊടുക്കുന്നു. നായ ഇറച്ചി കാണുമ്പോൾ തന്നെ നായക്ക് ഉമിനീര് സ്രവിക്കുന്നുണ്ട്. പിന്നീട് ചെയ്തത്, ഓരോ തവണ അതിന് ഭക്ഷണം കൊടുക്കുമ്പോഴും ആ ഭക്ഷണത്തിനോടൊപ്പം എന്ത് കൂടി കേൾപ്പിക്കാൻ തുടങ്ങി? മണിയൊച്ച കൂടി കേൾപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മണിയൊച്ച ഭക്ഷണം നൽകുന്നു, മണിയൊച്ച കേൾപ്പിക്കുന്നു, ഭക്ഷണം നൽകുന്നു. ഈ ഒരു രീതിയിൽ അത് അനുബന്ധനം ചെയ്യപ്പെട്ടു. ഈ ഇറച്ചി കിട്ടുന്ന മുറയ്ക്ക് ഈ മണിശബ്ദം കേൾക്കുമെന്നുള്ളത് നായ അറിയാതെ തന്നെ നായയുടെ ഉള്ളിലേക്ക് എത്തി അല്ലെ, അനുബന്ധനം ചെയ്യപ്പെട്ടു, രണ്ടും കൂടി ബന്ധിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം മണിശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. മണിശബ്ദം കേൾക്കുമ്പോൾ സാധാരണ നായകളിൽ ഉമിനീര് സ്രവിക്കുവോ? ഇല്ല അല്ലെ. അപ്പൊ ഇതേ നായയിൽ തന്നെ ആദ്യം ചെയ്തത്, ആദ്യം ഇറച്ചി കൊടുത്തു, ഉമിനീര് വന്നു. മണിശബ്ദം പിന്നീട് മണിശബ്ദം ഒറ്റയ്ക്ക് കേൾപ്പിച്ചു, ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, അത് കേട്ടു അല്ലെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവ തമ്മിൽ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇതിൽ ഏതൊന്നിന്റെ സാന്നിധ്യവും എന്ത് ചെയ്തു? മറ്റേതിന് ഉള്ള അതേ പ്രതികരണം നായയിൽ ഉളവാക്കി. ഇറച്ചി കാണുമ്പോൾ നായ എങ്ങനെയാണോ പ്രതികരിച്ചത്, അതേ പ്രതികരണം പിന്നീട് മണിശബ്ദം കേൾക്കുമ്പോഴും നായ പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? നായ രണ്ടറിവുകളെ എന്ത് ചെയ്തു? ഒന്നിപ്പിച്ച് അനുബന്ധനം നടത്തി ഉൾക്കൊണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അനുബന്ധനത്തിന് മുമ്പ് ഉള്ള പ്രതികരണം എങ്ങനെയാണ്? ഇറച്ചി കൊടുത്തു. ഇറച്ചി കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഉമിനീർ ഉൽപാദനം, ഉമിനീര് ഉൽപ്പാദിപ്പിച്ചു. മണിശബ്ദം കേൾപ്പിച്ചു. മണിശബ്ദം കേൾപ്പിച്ചപ്പോഴോ ഉമിനീര് സ്രവിച്ചില്ല. ഉമിനീര് സ്രവിച്ചില്ല. എന്നാൽ സ്ഥിരമായി ഇങ്ങനെ കൊടുത്തു, അതായത് ഇറച്ചി കൊടുക്കുമ്പോൾ മണിശബ്ദം, അനുബന്ധനം നടത്തി. അനുബന്ധനത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഇറച്ചി കൊടുത്തപ്പോഴും മണിശബ്ദം മാത്രം കേൾപ്പിച്ചപ്പോഴും എന്താണ് സംഭവിച്ചത്? ഉമിനീര് സ്രാവം അല്ലെ ഉണ്ടായി. ഉമിനീർ സ്രാവം ഉണ്ടായി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇറച്ചിയും മണിശബ്ദവുമായി എന്ത് സംഭവിച്ചു? അനുബന്ധനം നടന്നു. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു അനുബന്ധന രീതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ, പാവ്ലോവിന്റെ ഈ കണ്ടെത്തലിനെ എങ്ങനെയാണ് വിളിച്ചത്? എല്ലാവർക്കും അറിയാം, പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിച്ചു. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് പാവ്ലോവിന്റെ അനുബന്ധന പ്രക്രിയയാണ് നമ്മൾ പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിച്ചത്. അപ്പൊ പൗരാണിക അനുബന്ധനം ത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ പാവ്ലോവ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് അതിനെ പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത്. മനഃശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി കുറിക്കപ്പെട്ട അല്ലെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതിയായിരുന്നു പാവ്ലോവിൻ്റെത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിച്ചത്? ഇതിനെ ഈ രീതിയെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധനം എന്ന് വിളിച്ചത്. പാവ്ലോവ് തന്റെ പരീക്ഷണത്തിലൂടെ പ്രധാനമായും 3 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് വിലോപം, പിന്നെ പുനഃപ്രാപ്തി, വിലോപം, പുനഃപ്രാപ്തി, പിന്നെ വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുക മാത്രമല്ല, അതിന്റെ വ്യക്തമായി ഈ ഒരു പരീക്ഷണത്തിനെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടി പറഞ്ഞിരുന്നു. ഓരോന്നും വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഓരോ സ്റ്റേജിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഏത് സ്റ്റേജിലാണ് ഈ പരീക്ഷണം പറഞ്ഞിട്ട് ഏത് സ്റ്റേജിലാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം. ഇപ്പൊ വിലോപം,
എക്സ്റ്റിങ്ഷൻ എന്നാണ് വിലോപത്തിന്റെ ഇംഗ്ലീഷ്. വിലോപം വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? മണിശബ്ദം, ഉമിനീർ സ്രവം ഇവ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിക്കുന്നു. ക്രമേണ ശ്രവണ പ്രതികരണത്തിന് എന്ത് പറ്റും? അത് ഇല്ലാതെയാവും. ഇതിനെ വിലോപം എന്ന് പറയുന്നു. മണിശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം, അതായത് ഇറച്ചി കൊടുക്കുന്നു, അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു? മണിശബ്ദം കേൾപ്പിക്കുന്നു. പിന്നീട് ഇതിൽ ഏതൊന്നിന്റെ സാന്നിധ്യവും ഉമിനീർ സ്രാവത്തിന് വഴിയൊരുക്കി. എന്നാൽ ഇങ്ങനെ ഉറച്ച ശേഷം നമ്മൾ എന്ത് ചെയ്തു? മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കുന്നില്ല, മണിശബ്ദം മാത്രം അവതരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് ആവർത്തിച്ചു വന്നപ്പോൾ ഈ ഉമിനീർ സ്രവം എന്ത് പറ്റി? ഇല്ലാതെയായി. അതിന് ഉള്ള ട്രെയിനിങ് ആയി പിന്നീട് സംഭവിച്ചത് അല്ലേ? പുനഃപ്രാപ്തി എന്തായിരിക്കും അപ്പോ? വിലോപം വഴി ഒരു ഒരു പ്രതികരണത്തിന് എന്ത് സംഭവിച്ചു? അപ്രത്യക്ഷമായി അല്ലേ? അപ്പൊ വിലോപം വഴി നമുക്ക് നഷ്ടമായ പ്രതികരണം, വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നായിരുന്നു പിന്നീട് പാവ്ലോവ് ചിന്തിച്ചത്. അപ്പൊ അങ്ങനെ പാവ്ലോവ് എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടു. അതിനുള്ള മാർഗങ്ങൾ ആയിട്ട് അദ്ദേഹം ചെയ്തത് അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകി. അതായത് മണിശബ്ദവും ഇറച്ചിയും ഒരേ സമയം കൊടുത്തു. വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുന്നു. ഉദാഹരണം, വിലോപം വഴി ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നുവെന്ന് കരുതുക. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് മണിശബ്ദം അവതരിപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഉമിനീർ ശ്രവണം താൽക്കാലികമായി വീണ്ടും ഉണ്ടാകും. ഈ സവിശേഷതയാണ് പുനഃപ്രാപ്തി എന്ന് പറയുക. അതായത് നമ്മൾ ആദ്യം പരീക്ഷണം നടത്തി, ഉമിനീർ സ്രവിച്ചു, മണിശബ്ദം കേട്ടു, അപ്പോൾ മണിശബ്ദം മാത്രമായി അവതരിപ്പിച്ചു. അപ്പോഴും ഇറച്ചി കൊടുക്കാതെ തന്നെ എന്ത് പറ്റി? ഉമിനീർ സ്രവം ഉണ്ടായി. അതായത് നായയിൽ പ്രതീക്ഷയുണ്ട്, ഈ മണിശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടും എന്ന് നായയ്ക്ക് അറിയാം. അങ്ങനെ ഉമിനീർ സ്രവിച്ചു. അപ്പൊ നായ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് വിലോപം സംഭവിക്കുന്ന തരത്തിലേക്ക് പരീക്ഷണത്തിന് മാറ്റം വരുത്തി. എങ്ങനെയാണ്? ഭക്ഷണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മണിശബ്ദം കേൾപ്പിക്കുകയും പിന്നീട് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ പരീക്ഷണം ചിട്ടപ്പെടുത്തി. ഇത് ക്രമേണ ഇത് ആവർത്തിച്ചപ്പോൾ എന്ത് പറ്റി? നായയുടെ പ്രതികരണത്തിൽ മാറ്റം വന്നു, ഉമിനീർ സ്രാവം ഇല്ലാതെയായി. എങ്കിൽ ഇങ്ങനെ നമ്മൾ തുടർച്ചയായ ഈ ഒരു പ്രവർത്തനം നിലച്ചപ്പോൾ അത് നേടിയെടുത്ത ആ ഒരു അറിവ് അവിടെ പിന്നീട് പ്രയോഗിക്കാതെയായി അല്ലേ? ഇങ്ങനെ ഒരു തവണ നിർലീനമായ അല്ലെങ്കിൽ നിർജീവമായി പോയ ഈ ഒരു പഠനത്തെ വീണ്ടും പുനഃപ്രാപ്തി ചെയ്യാൻ സാധിക്കുമോ എന്ന് ആര് പരീക്ഷിച്ചു? വീണ്ടും പാവ്ലോവ് പരീക്ഷിച്ചു. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു അറിവാണ് അല്ലെ? അങ്ങനെ മനസ്സിലാക്കുക. ആ അറിവിനെ വീണ്ടും നേടിയെടുക്കാനായിട്ട് എന്ത് ചെയ്തു? വീണ്ടും അതേപോലെ പ്രവർത്തനം തുടർന്നു. തുടക്കത്തിൽ ഇറച്ചി കൊടുത്ത് മണിശബ്ദം കേൾപ്പിച്ചതുപോലെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും പുനഃപ്രാപ്തി വീണ്ടും നേടിയെടുത്തു. ആ അനുബന്ധനം വീണ്ടും സാധ്യമാവുകയും ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പുള്ള മണിശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. വിളംബിത അനുബന്ധിത പ്രതികരണം. ഇതിനെ ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറയുന്നു. ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. പാവ്ലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തിനോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിൽ സമയവ്യത്യാസം ഇവിടെ ഉണ്ട്. ഈ സമയവ്യത്യാസം ക്രമേണ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ ശ്രവണം കുറയുന്നതായി പാവ്ലോവ് ശ്രദ്ധിച്ചു. അതായത് പാവ്ലോവ് പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിന് ശേഷം മണിനാദത്തിനോടൊപ്പം ഭക്ഷണം നൽകുന്നതിന് പകരം മണിയടിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം നൽകുന്നതായി പിന്നീട് പരീക്ഷണം നടത്തി. മണിനാദം കേൾക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിൽ
കാര്യമായ സമയ വ്യത്യാസം നൽകിക്കൊണ്ടാണ് പാവ്ലോവ് ഇത് ചെയ്തത് അല്ലെ. ഇങ്ങനെ സമയം വ്യത്യാസപ്പെടുത്തിയപ്പോൾ, സമയ വ്യത്യാസം വർദ്ധിപ്പിച്ചപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം എന്ത് ചെയ്തു? കുറഞ്ഞു. ഉമിനീർ സ്രവണം കുറഞ്ഞു. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. വീണ്ടും ഇടവേള വർദ്ധിപ്പിച്ചു. ഇങ്ങനെ വീണ്ടും ഇടവേള വർദ്ധിപ്പിച്ചപ്പോൾ ഉമിനീര് സ്രവണം വർദ്ധിച്ച തോതിലായി ഉണ്ടാകുന്നതായി അദ്ദേഹം കണ്ടു. ആദ്യം സമയം ഇടവേള വർദ്ധിപ്പിച്ചപ്പോൾ ഉമിനീർ സ്രവണം കുറഞ്ഞു. പിന്നീട് ഈ ഇടവേള കുറേശ്ശെ അധികം കൂടി കൂട്ടിയ ശേഷം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയായപ്പോൾ എന്ത് സംഭവിച്ചു? ഉമിനീർ സ്രവണം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചു. ഇതിന്റെ കാരണം എന്തായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലെ. പിന്നീട് അതിന്റെ കാരണം അദ്ദേഹം കണ്ടെത്തുകയാണ്. ചോദകങ്ങൾക്കിടയിൽ ഉണ്ടായ സമയ വ്യത്യാസവുമായി നായ ഇവിടെ പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വിളിക്കുന്നു. ഒരു കാലതാമസം വന്നതിന് ശേഷമുള്ള അനുബന്ധിത പ്രതികരണം അല്ലെ. അപ്പോ ആദ്യം സമയവ്യത്യാസം വന്നപ്പോൾ ഉമിനീർ സ്രവണം കുറഞ്ഞെങ്കിലും പിന്നീട് അതിന്റെ ഇരട്ടിയായി സമയവ്യത്യാസം വീണ്ടും കൂട്ടിയിട്ട് ഭക്ഷണം കൃത്യമായി കൊടുത്തു അല്ലെ. ഇങ്ങനെ വന്നപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം കൂടി. അതായത് കൃത്യമായി കിട്ടുമെന്ന് നായയ്ക്ക് പതിയെ അതുമായി പൊരുത്തപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് കൂടുതൽ ഉമിനീർ സ്രവണം നടന്നു. ഇതിനെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്നാണ് പാവ്ലോവ് വിളിച്ചത്. ഇനി ചോദക സാമാന്യവൽക്കരണം. ഒരു പരീക്ഷണത്തിൽ നിന്നുണ്ടായ ആശയങ്ങളാണ് ഇവയൊക്കെ. ചോദക സാമാന്യവൽക്കരണം. ചോദക സാമാന്യവൽക്കരണം. സ്റ്റിമുലസ് generalization സ്റ്റിമുലസ് ജനറലൈസേഷൻ അഥവാ ചോദക സാമാന്യവത്കരണം. നമ്മൾ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ഒരു ചോദകമുണ്ട് അല്ലെ. ഇവിടെ നായ അഭ്യസിച്ച പ്രതികരണം ഏതാണ്? നായ അഭ്യസിച്ച പ്രതികരണം ഉമിനീർ സ്രവിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നിദാനമായ ചോദകം ഏതായിരുന്നു? ഇറച്ചി നൽകുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകം അത് ഞാനിപ്പോ പറഞ്ഞത് സ്വാഭാവികമായുള്ള ഒരു ചോദകമാണ്. നമ്മളിവിടെ പഠിച്ചെടുത്ത ചോദകം എന്ന് പറയുന്നത് മണിശബ്ദമാണ്. മണിശബ്ദം എന്ന് പറയുന്ന ചോദകത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ചോദകം ഉൽപ്പാദിപ്പിച്ചപ്പോൾ സ്വാഭാവിക ചോദകത്തിനോടുണ്ടായ അതേ പ്രതികരണം, അതായത് ഉമിനീർ സ്രവിക്കൽ എന്ന പ്രതികരണം നായയിൽ ഉണ്ടായി അല്ലെ. ഇനി ഇതേ മണിശബ്ദത്തിനോട് സാമ്യതയുള്ള മറ്റു ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ്. പലതരത്തിലുള്ള മണിശബ്ദങ്ങളുണ്ട് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ളത് കേൾപ്പിച്ചപ്പോൾ പ്രതികരണം ഇതേ പ്രതികരണം തന്നെ. ചോദകങ്ങൾ വ്യത്യസ്തമായി ഉള്ള ചോദകങ്ങളാണ് ഇവിടെ ഇപ്പൊ കൊടുത്തത്. സാമ്യതയുള്ള ചോദകമാണ് കൊടുത്തത്. മണിശബ്ദത്തിനോട് സാമ്യതയുള്ള അതുപോലുള്ള ചോദകങ്ങൾ കൊടുത്തപ്പോൾ അതുപോലെ തന്നെ നായ എന്ത് ചെയ്തു? പ്രതികരണവും ഉളവാക്കി. നായ അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരു പ്രവണതയാണ് കാട്ടിയത്. ഇവിടെ ചോദക സാമാന്യവത്കരണമാണ് നടന്നത്. ഒരേപോലുള്ള ചോദകത്തെ വേർതിരിച്ചറിയുന്നില്ല, അതിനെ സാമാന്യവൽക്കരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു ചോദകം കേട്ടപ്പോൾ ആ രീതിയിലുള്ള തന്നെ പ്രതികരണം എന്ത് ചെയ്തു? നായയിൽ ഉണ്ടായി. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാലും ഉമിനീർ സ്രവണം എന്ന പ്രതികരണം തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തത പാവ്ലോവ് വർദ്ധിപ്പിച്ചു നോക്കിയപ്പോൾ, അതായത് ഈ മണിശബ്ദങ്ങളുടെ വ്യത്യസ്തത വർദ്ധിപ്പിച്ചു നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്രതികരണം ദുർബലമായി. അപ്പം നായക്ക് തിരിച്ചറിയാൻ സാധിച്ചു, ഈ മണിശബ്ദമല്ല ഭക്ഷണം തരുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് എന്ന് നായ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകള് ക്രമേണ നായ തിരിച്ചറിയുകയാണ് അല്ലെ. അപ്പൊ ചോദക സാമാന്യവൽക്കരണം നടന്നത് എപ്പോഴാണ്? ഏകദേശം ഒരുപോലുള്ള മണിശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോ ഭക്ഷണം തരുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നായ എന്ത് ചെയ്തു? ഉമിനീർ ഉൽപ്പാദിപ്പിച്ചു. പിന്നീട് പാവ്ലോവ് പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ വന്നപ്പോൾ ഉമിനീർ സ്രവണം എന്ന പ്രതികരണം ഏറ്റക്കുറച്ചിലോടുകൂടി ചെയ്തപ്പോൾ ഇതേ പ്രതികരണം ഉണ്ടായെങ്കിലും
വ്യത്യാസങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ, പലതരത്തിലുള്ള മണിശബ്ദങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രതികരണം ദുർബലമായി മാറി. അതിന്റെ വ്യത്യാസ ഏറ്റക്കുറച്ചിൽ കൂട്ടിയപ്പോൾ നായക്ക് തിരിച്ചറിയാൻ സാധിച്ചു അല്ലെ, ഭക്ഷണം കിട്ടുന്ന മണിശബ്ദമല്ല. അപ്പോൾ എന്ത് പറ്റി? പ്രതികരണം ദുർബലമായി, ഉമിനീർ സ്രവം കുറഞ്ഞു വന്നു. ഇനി ചോദക വിവേചനം. വിവേചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് അല്ലെ, ചോദക വിവേചനം. ചോദക വിവേചനം. ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാദങ്ങളില് ഭക്ഷണം ലഭിക്കുന്ന മണിനാദങ്ങൾ ഏതാണ്, മണിനാദം ഏതാണ് എന്ന് നായ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇതിനെയാണ്, അതിനോട് മാത്രം അനുകൂലമായി നായ പ്രതികരിക്കുന്നതിനെയാണ് ചോദക വിവേചനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയാണ് ചോദക വിവേചനം എന്ന് പാവ്ലോവ് വിളിച്ചത്. അപ്പോ നേരിയ ശബ്ദം വ്യതിയാനം പോലും നായ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ രണ്ട് ചോദകങ്ങളിലെയും വിവേചനം നായ തിരിച്ചറിഞ്ഞത്. ചോദക വിവേചനം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ വിളംബിത അനുബന്ധിത പ്രതികരണവും ചോദക സാമാന്യവൽക്കരണവും ചോദക വിവേചനവും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചോദക സാമാന്യവൽക്കരണം എന്തായിരുന്നു? അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ഒരു ചോദകം പാവ്ലോവ് കേൾപ്പിച്ചപ്പോൾ അതേ ചോദകത്തിനോട് കാണിച്ച അഭ്യസിച്ച അതേ ചോദകത്തോട് കാണിച്ച പ്രതികരണം ഈ കേൾപ്പിച്ച രണ്ടാമത്തെ മണിശബ്ദത്തിനോടും കാണിച്ചു. അവിടെയാണ് സാമാന്യവൽക്കരണം സംഭവിച്ചത്. അടുത്ത തവണ ഇത് നിരന്തരം ആവർത്തിച്ചപ്പോൾ ഒരേപോലുള്ള ഈ രണ്ട് ശബ്ദത്തെയും നായക്ക് ക്രമേണ വേർതിരിച്ചറിയാൻ സാധിച്ചു. അവിടെ സംഭവിച്ചതാണ് ചോദക വിവേചനം. നേരിയ വ്യത്യാസമുള്ള ശബ്ദങ്ങൾ പോലും തമ്മിലുള്ള വ്യത്യാസം നായ ഇവിടെ തിരിച്ചറിയുകയാണ്. ഏത് ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന് നായ തിരിച്ചറിയുന്നു. അതിനോട് മാത്രം ഉമിനീർ സ്രവം എന്ന പ്രതികരണം നായ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചതിനെ ചോദക വിവേചനം, വിവേചിച്ചറിയാൻ നായക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് JB വാട്സന്റെ ആശയങ്ങളാണ്. JB വാട്സൺ ഇപ്പോൾ വ്യവഹാരവാദത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തെ കുറിച്ച് പറഞ്ഞു വന്നു. അനുബന്ധനത്തിൽ ആദ്യമായി നമ്മൾ പഠിച്ചത് പാവ്ലോവിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് JB വാട്സൺ ആണ്. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് JB വാട്സൺ. US ലാണ്, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. JB വാട്സന്റെ വ്യവഹാര മനഃശാസ്ത്ര ശാഖ, JB വാട്സന്റെ പ്രധാന സംഭാവന എന്ന് പറയുന്നത് വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക് അദ്ദേഹം സൈദ്ധാന്തികമായ അടിത്തറ പാകി എന്നുള്ളതാണ്. വ്യവഹാര മനഃശാസ്ത്രത്തിന് സൈദ്ധാന്തിക അടിത്തറ പാകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ JB വാട്സൺ ആണ്. വാട്സന്റെ പ്രധാന കൃതികളാണ് ബിഹേവിയറിസം, psychology from the standpoint of a behaviorist, psychology from the standpoint of a behaviorist. Behavior, an introduction to comparative psychology.